ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതിനകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ മോഷ്ടിക്കുകയാണ് കേട്ടോ, അതും ആന്റണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് നോക്കാം കേട്ടോ. രേവതിയുടെ അനിയന്റെ പേരിലുള്ള കേസ് ചന്ദ്രമതി പിൻവലിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള പിന്നിലുള്ള കാര്യം എന്താന്നുള്ള കാര്യം ചന്ദ്ര ആരെടുത്തും പറയുന്നില്ല. വക്കീലാണെങ്കിൽ ചന്ദ്രമതിക്ക് 2 ലക്ഷം രൂപ കൊടുത്തതുകൊണ്ടാണ് താൻ ഈ കേസ് പിൻവലിച്ചതെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് ഒരിക്കലും വീട്ടിൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. വക്കീലാണെങ്കിൽ ഈ കാര്യം ആരെടുത്തും പറയില്ല എന്ന് ചന്ദ്രയ്ക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്. സച്ചിക്കും രേവതിക്കും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിച്ചാൽ മതി, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ശ്രുതിയാണല്ലോ. ശ്രുതി വിചാരിച്ച ഒരു പദ്ധതിയും നടന്നിട്ടില്ല. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ജയിലിൽ കയറ്റും എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നും ചെയ്യാതെ എന്തായിരിക്കും ആന്റി ഈ കേസ് പിൻവലിച്ച എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതുമായിട്ട് മീരയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങനെ മനസ്സലിവൊന്നും തോന്നുന്ന ഒരാളല്ലല്ലോ. ഒന്നെങ്കിൽ ചന്ദ്രമതി ആരെങ്കിലും ഭയന്നിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ചന്ദ്രമതിക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിക്കാണും. ആ 2 കാര്യം കൊണ്ട് മാത്രമേ ചന്ദ്ര കേസ് പിൻവലിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇതിനെക്കുറിച്ച് എങ്ങനെ അറിയുമെന്ന് ചിന്തിച്ച ശ്രുതിയുടെ മൈൻഡിലേക്ക് ഭാമയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഭാമ അറിയാതെ എന്തായാലും ചന്ദ്ര ഒരു കാര്യം ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭാമയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഭാമയെ സോപ്പിടാൻ വേണ്ടി ബാഗൊക്കെ എടുത്തിട്ട് നമ്മുടെ ശ്രുതി ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതിയുടെ പതിവില്ലാത്തൊരു വരവാണല്ലോ. അതുകൊണ്ട് തന്നെ അല്ല ശ്രുതി, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ലേ? ആന്റിയെ വിളിച്ച് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വേണോ ഞാൻ ഇങ്ങോട്ട് വരാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ എന്റെ മോളെ പോലെയല്ലേ ഞാൻ കാണുന്നത്, അതുകൊണ്ട് നിനക്ക് എപ്പോ വേണമെങ്കിലും വരാം. ആന്റി, ഇവിടെ അടുത്ത് ഞാൻ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. ഇവിടത്തെ വന്നതല്ലേ, ആന്റിയെയും കൂടി കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് വന്നതാന്നൊക്കെയാണ് കേട്ടോ ശ്രുതി കള്ളം പറയുന്നത് ഭാമയുടെ അടുത്ത്. ശ്രുതി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാമയാണ് കേട്ടോ അവിടെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്റി എന്താ ഈ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസമായിട്ട് ജോലിക്ക് വന്നുകൊണ്ടിരുന്ന സ്ത്രീ ലീവാണ്, അതുകൊണ്ട് ഇപ്പൊ ഞാനാ ചെയ്യുന്നതെന്ന് പറയുകയാണെ. ആന്റിക്ക് BP ഒക്കെ ഉള്ളതല്ലേ, അത് മാത്രമല്ല ഇങ്ങനെ ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് തലവേദനയ്ക്കൊക്കെ ചെയ്യില്ലേ, പിന്നെ ആന്റി എന്തിനാ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുകയാണെ. അതൊക്കെ ഉണ്ട്, എനിക്ക് തലവേദനയും അതുപോലെ കാലുവേദനയും ഒക്കെ ഉണ്ട്. മുമ്പൊക്കെ നീ വന്നിട്ട് എനിക്ക് മസാജ് ചെയ്തു തരുമായിരുന്നു. എന്നാ കല്യാണത്തിന് ശേഷം ചന്ദ്രയാണെങ്കിൽ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞില്ലേ? ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ സോറി ആന്റി, എനിക്കും കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല ശ്രുതി, നീയും നന്നായിട്ട് ഇരിക്കുവാണല്ലോ, അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നിനക്ക് കോഫി എന്തെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചൊന്നും വേണ്ട ആന്റി, ആന്റിക്ക് ആണെങ്കിൽ തലവേദനയ്ക്കൊന്നല്ലേ പറഞ്ഞത്, ഞാന് കുറച്ചു നേരം ആന്റിക്ക് മസാജ് ചെയ്തു തരാം. അയ്യോ അതൊന്നും വേണ്ട, നിന്റെ ആന്റി എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ അവള് വെറുതെ എന്നെ ചീത്ത വിളിക്കൂ. ആന്റി, ഇതൊരു ജോലിയായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, എന്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ ഞാൻ ചെയ്തു തരാം, ആന്റി വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കസേരയിലൊക്കെ ഇരുത്തുന്നുണ്ടേ. അങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഹാവ്, എത്ര നാളായി ഇതുപോലെ മസാജ് ചെയ്തിട്ട്, നിന്റെ കൈ തൊട്ടാൽ തന്നെ നല്ലൊരു സുഖമാണ്, എന്റെ എല്ലാ വേദനകളും പോകും. ആന്റിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടെന്നുള്ള കാര്യം തോന്നുന്നല്ലോ. പിന്നെ അതൊന്നും പറയണ്ട, നിന്റെ ആന്റി ആണെങ്കിൽ ഇവിടെ കയറി വന്നു, എന്നിട്ട് അവളുടെ സ്ട്രെസ് മൊത്തം അവൾ എന്റെ തലയിൽ കയറ്റി വെച്ചതാണ്. മസാജ് ചെയ്യുമ്പോൾ ഷോൾഡറിന് അവിടെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആന്റി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ആന്റിക്ക് മസാജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സുധിയുടെ അമ്മ എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് ആന്റി ഞാൻ ചെയ്യാത്തെന്ന് പറയാണ്. അതങ്ങനെ തന്നെയാ, ചന്ദ്ര അല്ലെങ്കിലും കുറച്ച് ഗൗരവമൊക്കെ നോക്കുന്ന ആളാണ്. അത് ശരിയാണ്, ആന്റി ഇടയ്ക്കൊക്കെ കുറച്ച് റൂഡായിട്ട് നടക്കുമെങ്കിലും ബാമാന്റി അതുപോലെയല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആണോന്ന് ബാമ ചോദിക്കുമ്പോൾ അതെ ആന്റി, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടും അതുപോലെ ഭയങ്കര കൈൻഡ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യമുള്ളത് മോളെ, അതിന്റെ വിലയൊന്നും എന്റെ മകന് അറിയില്ല. മരുമകളാണെന്നുണ്ടെങ്കിൽ അവനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ ചന്ദ്രയുടെ കാര്യം ഇങ്ങനെയൊന്നുമല്ല, 3 മരുമക്കളുണ്ട്, എന്നിട്ടും അവൾക്ക് അതിന്റെ വില എന്താന്നുള്ള കാര്യം അറിയില്ല. ചുമ്മാ അവിടുന്ന് അടിയുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നിന്നു. ബാമ തന്നെ ഒരു കൊളുത്തൊട്ട് കൊടുത്തല്ലോ, ഇനി അതിൽ പിടിച്ച് കയറാന്ന് വിചാരിക്കുകയാണ് കേട്ടോ ശ്രുതി. എന്നാലും ആന്റി ഇത്രയും വേഗം തന്നെ തിരികെ വരുന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാണ് ആന്റിയെ സമാധാനപ്പെടുത്തിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആന്റി അങ്ങോട്ടേക്ക് വന്നു. അതെ എന്നൊക്കെ ബാമ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേ. ഞാൻ വിചാരിച്ചു രേവതിയുടെ ഫാമിലിയുടെ അവരോടുള്ള ദേഷ്യം കൊണ്ട് ആന്റി പെട്ടെന്നൊന്നും തിരികെ വരില്ല എന്ന്. എങ്ങനെയോ ദൈവം ആന്റിയുടെ മനസ്സ് മാറ്റിയെന്ന് പറയുമ്പോ ദൈവമൊന്നുമല്ല മനസ്സ് മാറ്റിയത്, വക്കീല് കൊടുത്ത 2 ലക്ഷം രൂപയാണ് അവളുടെ മനസ്സ് മാറ്റിയത്. എന്ത്, വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തു? ആന്റി എന്തോ 2 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞല്ലോ. ഇല്ല, അത് ഞാൻ എന്തോ പറഞ്ഞു പോയതാന്ന് പറയണേ. ആന്റി അല്ലേ പറഞ്ഞത് എന്നെ മകളെ പോലെയാണ് കാണുന്നതെന്ന്, എന്നിട്ട് ആന്റി എന്നെ നിന്ന് ഇത് മറയ്ക്കുവാണോ?
ചന്ദ്ര എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആരടുത്തും പറയില്ല എന്നുള്ള കാര്യം, അതുകൊണ്ടാണ് ശ്രുതി എന്ന് കരുതിയിട്ട് ആന്റി എന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യം എന്താണ്? എന്നോട് പറഞ്ഞാലും ഞാൻ അത് ആരോട് പറയാനാണ്? ആന്റി എന്തായാലും എന്റെ അടുത്ത് ആ കാര്യം പറയൂ. അത് ശരി തന്നെയാണ് ചന്ദ്രയ്ക്ക് നീ പ്രിയപ്പെട്ട മരുമകളാണല്ലോ, അങ്ങനെയാണെങ്കിൽ ആന്റി പറ. ആന്റി വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അതേ ശ്രുതി, രേവതിയുടെ അനിയന്റെ കേസ് നോക്കുന്ന ആ വക്കീലുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ചന്ദ്രയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്തു. കേസ് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ പണം തരാന്നുള്ള കാര്യം പറഞ്ഞു. പണം തരുന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ആന്റി വെറുതെ ഇരിക്കുവോ? ചന്ദ്ര അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പോ 2 ലക്ഷം രൂപ പണം മേടിച്ചിട്ടാണല്ലേ കേസ് പിൻവലിച്ചത്? ഇത് എങ്ങനെ കൺഫേം ചെയ്യുമെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യോ ബാമാന്റി? ഒന്നാമത് രേവതിയുടെ അനിയന്റെ മേല് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും അവന് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് പണമൊക്കെ വാങ്ങുവോ? ആന്റി ചുമ്മാ വെറുതെ പറയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ ശ്രുതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ചന്ദ്രയേക്കാൾ മുന്നേ നിനക്ക് എന്നെ അറിഞ്ഞൂടെ? അതൊക്കെ ഓക്കെയാണ് ആന്റി, പക്ഷേ എങ്കിലും ഞാനിതെങ്ങനെ ആന്റി വിശ്വസിക്കുന്നത്? നിനക്ക് വിശ്വാസമില്ല അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് അലമാറയിൽ നമ്മുടെ ചന്ദ്ര വെച്ച് പൂട്ടിയ ആ പണം ഉണ്ടല്ലോ അതെടുത്തിട്ട് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നല്ല ആൾക്കാ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് 2 ലക്ഷം രൂപയുണ്ട്, നിന്റെ ആന്റി എന്റെ കയ്യിൽ തന്നിട്ട് പോയതാണ്. അപ്പൊ ആന്റിയുടെ ചേഞ്ചിന് കാരണം ഇതാണല്ലേ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിക്കുമ്പോ, പണം വാങ്ങിയെന്നുള്ള കാര്യം കേട്ടപ്പോ കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പൊ നീ നിന്റെ അമ്മായിമ്മയെ അത്രയും മനസ്സിലാക്കി വെച്ചിട്ടുള്ളൂ എന്നാണ് കേട്ടോ ബാമ്മ പറയുന്നത്. ശരി ആന്റി, അങ്ങനെയാണെങ്കിൽ പണം സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുറിയിൽ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ബാമ്മ പണമൊക്കെ വെച്ചിട്ട് എല്ലാം ലോക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. താഴേക്ക് ബാമ്മ വന്നതിന് ശേഷം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ആന്റി തിരികെ വീട്ടിലേക്ക് വന്നല്ലോ, അത് തന്നെ സന്തോഷം. ഇപ്പൊ ബാമാന്റിക്ക് സ്ട്രെസ് ഒക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല കുറവുണ്ട്. ശരി ആന്റി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണേ. പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്ര ഒരു പക്ഷെ നിന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും നീ ഒരിക്കലും മുമ്പേ അറിയുമെന്നുള്ള രീതിയിൽ കാണിക്കരുത് എന്നുള്ള കാര്യം, അറിയുമെന്ന രീതിയിൽ ഭാവിക്കരുത് എന്നുള്ള കാര്യം. അതും ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം നീ ഒരിക്കലും പറയരുത്. പിന്നെ അവള് എന്റെ തലയിൽ ഭരതനാട്യം ആടാൻ തുടങ്ങും. ഇല്ല ആന്റി, ഞാൻ ഒരിക്കലും പറയില്ല, ബൈ ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ശ്രുതി ഇറങ്ങുവാണേ. ശ്രുതി ചെല്ലുന്നത് സുധിയുടെ ഷോറൂമിലേക്കാണ് കേട്ടോ. സുധിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത ഡീലേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് 2 സബ് ഡീലേഴ്സ് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അയച്ചു തരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നീ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴേക്കാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ആന്റണി വിളിക്കുന്നത്. ഉടനെ തന്നെ ശ്രുതി പറയുന്നു, ശ്രുതി എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ, മെയിൽ ജസ്റ്റ് നോക്കിയിട്ട് പോ, എനിക്കൊരു പ്രധാനപ്പെട്ട ക്ലയന്റ് വിളിക്കുന്നു, അതുകൊണ്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നീ സംസാരിച്ചോ, ഞാൻ തന്നെ മെയിൽ ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ വേഗം ശ്രുതിയുടെ അരികിൽ നിന്ന് മാറി നിന്നിട്ടാണ് കേട്ടോ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ആന്റണി ചോദിക്കുന്നുണ്ട്, ഇതുവരെ പണം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം. ഞാൻ അയക്കാതെ നിനക്ക് എങ്ങനെയാ കിട്ടുന്നത്? അയച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും അറിഞ്ഞൂടെ? നീ എന്താ ശ്രുതി കളിയാക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തരാന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്? ശ്രുതി, നീ ഇപ്പൊ എത്ര ദേഷ്യപ്പെട്ടിട്ടും ഒരു കാര്യമില്ല, കാരണം നീ ആ ഇടത്തല്ല ഉള്ളത്. ഇപ്പൊ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നെന്നുള്ള കാര്യം നീ മറക്കണ്ട. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയം കൂടുതലില്ല. ആ ദാസിന്റെ അവസ്ഥയുണ്ടല്ലോ അത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഇങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അവന്റെ ബോഡി കത്തിക്കണോ അതോ കുഴിച്ചിടണോ എന്നുള്ള കാര്യം തീരുമാനിച്ചാൽ മതി. റിസ്ക് ഉള്ള കാര്യമാണ്. ചെറിയ എന്തെങ്കിലും ക്ലൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും. ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഐസായിട്ട് എസ്കേപ്പ് ആവും. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോ, ഞാൻ എല്ലാത്തിനും മുൻകരുതലെടുക്കുന്ന ആളാണ്. ഉടനെ തന്നെ അവനെ രക്ഷിച്ചാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകും. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ബോഡി കൊണ്ടുപോയിട്ട് നിന്റെ വീടിന്റെ മുമ്പിൽ ഇട്ടിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിട്ട് രക്ഷപ്പെടും. നീ എന്താ എന്നെ വരട്ടുവാണോ എന്നുള്ള കാര്യം ആന്റണിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഞാനെന്തിനാ നിന്നെ വരട്ടുന്നത്? നാളെ തെറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രശ്നം തന്നു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതലായിട്ട് വഷളാവില്ല. ഇല്ലെങ്കിൽ നീയാണ് പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഉടനെ ഞാൻ എന്ത് ചെയ്യണമെന്നായി പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, എത്രയും വേഗം തന്നെ പണം റെഡിയാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ. അവൻ മരിക്കുകയും പിന്നെ നീ ജയിലിലേക്ക് പോവുകയും ചെയ്യും. എന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തോ, ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ ആന്റണി. ശ്രുതി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുമ്പോൾ പുറകിൽ വന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്തുപറ്റി ശ്രുതി, നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ? അത് വേറൊന്നുമില്ല, ഞാൻ ഇന്നൊരു ക്ലയന്റിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മറന്നു എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ വേറൊരു ദിവസം തരാന്നുള്ള കാര്യം പറഞ്ഞേക്ക്. പിന്നെ ഞാൻ ഒരു സബ് ഡീലറിനെ കണ്ടിട്ട് അവിടുന്ന് ബാങ്ക് പോയി അത് കഴിഞ്ഞിട്ട് ഓഡിറ്ററെ കണ്ടിട്ട് വരാം, നീ ഇതൊക്കെ നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ പേപ്പറൊക്കെ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കേട്ടോ ശ്രുതി അവിടുന്ന് പോകുന്നത്. ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഇപ്പൊ പണം അറേഞ്ച് ചെയ്യേണ്ടത്? ഈ ആന്റണി ആണെന്നുണ്ടെങ്കിൽ ആ ദാസ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ ബോഡി കൊണ്ടുപോയിട്ട് വീടിന് മുമ്പിൽ ഇടുന്നു പറയുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ബാമ കാണിച്ചു കൊടുത്ത ആ പണം ഉണ്ടല്ലോ, ആ പണത്തെ കുറിച്ചിട്ട് ശ്രുതിക്ക് ഓർമ്മ വരുന്നത്. വേറൊരു വഴിയില്ല, ആ പണം എങ്ങനെ എടുത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത്
അക്കൗണ്ട്സും അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശ്രുതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ക്ലയന്റിനെ കാണാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി, കട നോക്കിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ചന്ദ്ര എന്തായാലും ബാമയുടെ വീട്ടിലുണ്ടാവുന്ന സമയമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബാമയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്രമതിയുടെ അടുത്ത് വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ആന്റി ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ആന്റിയെ കുറിച്ച് പറഞ്ഞു എന്ന് പറയണേ. എന്നെ കുറിച്ച് ശ്രുതി നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആന്റി ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് എന്നും അതിന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇത് കേട്ടോ ബാമ ശ്രുതി പോകുന്നിടത്തൊക്കെ എന്നെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നത്. എന്നാൽ ആ പൂക്കെട്ടുന്നവളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്നെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നെ കാണുമ്പോഴൊക്കെ അവർ കളിയാക്കുന്നു, അതാണ് വലിയ അടുത്തുള്ള ആൾക്കാരെ എന്നുള്ള കാര്യം പറയുന്നത്. ആന്റി അതൊക്കെ വിട് ആന്റി, ഞാന് അവരുടെ അടുത്തുണ്ടല്ലോ ആന്റിയെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അവർക്ക് ആന്റിയെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ആന്റിക്ക് തരാനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്നാക്സ് ഒക്കെ തന്നു വിട്ടു. ആന്റി ഞാൻ തന്നെ എല്ലാം എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി തന്നെ അടുക്കളയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ശ്രുതി എല്ലായിടത്തും എന്നെ കുറിച്ചിട്ട് പറയുന്നത്, അവള് എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ കണ്ടില്ലേന്നൊക്കെ ചോദിക്കാണ് കേട്ടോ വലിയ അഭിമാനത്തോട് കൂടിയിട്ട്. എന്നാൽ സ്വന്തം പണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നതും സോപ്പിടുന്നതെന്നുള്ള കാര്യം പാവം ചന്ദ്ര അറിയുന്നില്ല. ശ്രുതിയെ കുറിച്ചിട്ട് പൊങ്ങി പറയുമ്പോഴും ബാമയൊട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ കാരണം വന്ന മരുമകളല്ലേ, അതുകൊണ്ട് അവള് അങ്ങനെ തന്നെയല്ലേ ആവുള്ളൂ എന്ന് ബാമയും പറയുന്നുണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ശ്രുതി വന്നിരിക്കുന്നത്. എല്ലാം നല്ല രസത്തോട് കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാമയും അതുപോലെ ചന്ദ്രയും. അതിനിടയ്ക്ക് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ആന്റി ഞാൻ ഫോണിൽ സംസാരിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി നിന്നിട്ട് മുകളിലെ റൂമിലേക്ക് നൈസായിട്ട് കേൾക്കുന്നുണ്ടോ, ആ മാഡം കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കിട്ടാത്ത രീതിയിൽ മുകളിൽ പോയി സംസാരിക്കുക എന്ന മട്ടില് മുകളിലേക്ക് പോകുന്നുണ്ട്. അവര് ഭക്ഷണം കഴിക്കുകയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്നും മുകളിലേക്ക് വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി വേഗം പോയിട്ട് താക്കോലൊക്കെ എടുത്ത് കറക്റ്റ് വാമ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എവിടെയാ താക്കോൽ വെച്ചിരിക്കുന്നത് പണം വെച്ചിരിക്കുന്നതൊക്കെ, അത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ആള് താഴേക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി വരുവാണ് കേട്ടോ ചെയ്യുന്നത്. അവരുടെ മുമ്പൊന്നും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശ്രുതി, രേവതി ഉണ്ടാക്കിയത് കഴിച്ച് നാക്കിന്റെ രുചി തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതെന്താ ചന്ദ്ര രേവതി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ എന്ന് ബാമ ചോദിക്കുന്നുണ്ട്. ആ അവള് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, എന്നാ ഇതൊന്നും അവൾക്കുണ്ടാക്കാൻ അറിയില്ലല്ലോ. ശ്രുതി എന്നാ ഇത് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നില്ലേ, അല്ലെങ്കിലും ശ്രുതി നിന്റെ ചെല്ല മരുമകളല്ലേ. അതെ 3 മരുമകള്, അതിലൊന്നിനെ മരുമകൾ എന്ന് പറയാൻ പറ്റില്ല. 2 പേരില് എനിക്ക് ശ്രുതിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകള്. വർഷ എന്ന് പറയുന്നത് പണത്തിന്റെ അഹങ്കാരം പിടിച്ചവളാണ്, എന്നാ ശ്രുതിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുറവ് അവളാണ് തീർത്ത് വെക്കുന്നത്. ഇത് കേട്ട ബാമ പറയുന്നുണ്ട്, ശ്രുതി നീ ആള് കൊള്ളാലോ, ചന്ദ്രയുടെ അടുത്ത് നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ചല്ലോ എന്നൊക്കെ പറയാണ്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ 2 ലക്ഷം രൂപ പോക്കറ്റിലുണ്ടല്ലോ അതിന്റെ സന്തോഷമാണ് കേട്ടോ മുഖത്ത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, പോയാലോ അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംശയം തോന്നിയാലോ, ഇവരുടെ കൂടെ തന്നെ പോവാ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഈയും ജോലി എന്നൊക്കെ പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്നതല്ല, ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ കൊണ്ട്. ശ്രുതി നിനക്ക് ധൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടോ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇല്ല ആന്റി എനിക്ക് ഒരു ധൃതിയും ഇല്ല, നമുക്ക് ഒരുമിച്ച് പോകാം, ആന്റി ഇതൊക്കെ കഴിക്കുന്ന പറഞ്ഞിട്ട് 2 പേർക്കും ഭയങ്കര വിളമ്പി കൊടുക്കലും ഭയങ്കര സൽക്കരിക്കലൊക്കെയാണ് കേട്ടോ ശ്രുതി. തുടർന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ പണം കൊണ്ടുപോയിട്ട് ആന്റണിയുടെ കയ്യിൽ കൊടുക്കുന്നത്. ആന്റണി പണം ഇങ്ങനെ എണ്ണി നോക്കുമ്പോ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ നോക്കുന്നത് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കുമല്ലേ, എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പണത്തിന്റെ കാര്യത്തിൽ ഞാൻ ആരെയും വിശ്വസിക്കാറില്ല, അതുകൊണ്ടാണ് എണ്ണി നോക്കിയത്, എന്തായാലും കറക്റ്റ് ആണ്. അതിനുശേഷം സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ തന്നതിന് 100 രൂപയുടെ സ്വീറ്റ്സ് ആണെന്ന് മീര ചോദിക്കുമ്പോൾ 2 പേരും എടുത്തോളൂ, എന്തായാലും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. എന്താണ് സന്തോഷമുള്ള കാര്യം? ദാസിനി എന്തായാലും നിങ്ങളുടെ പരിസരത്തേക്ക് പോലും വരില്ല. എന്താ അവന്റെ കഥ തീർന്നോ എന്നുള്ള കാര്യം മീര ചോദിക്കുകയാണേ. അതൊന്നുമല്ല, ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തായാലും വരില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇനി എന്തായാലും അവനെ കൊണ്ട് നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല, എത്രയും വേഗം തന്നെ അവൻ എങ്ങോട്ടെങ്കിലും പാർസലായി. ഇനി എന്തായാലും അവളെടുത്ത് പണം ഇതൊന്നും ചോദിക്കല്ലേ. ഇത് റെഡിയാക്കാൻ വേണ്ടി തന്നെ അവള് ജെയിംസ് ബോണ്ട് പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്, നിങ്ങളെ കുറിച്ചുള്ള സീക്രട്ട് ഒക്കെ അവൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പണത്തിനേക്കാളും വലുതല്ലേ ആ സീക്രട്ട്, എന്താ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് നോക്കി ആന്റണി, അവൻ ജീവനോട് ഉള്ളിടത്തോളം കാലം എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കും, ഇനി എന്തായാലും അവനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ടോർച്ചറും ഉണ്ടാവില്ല, ഇനി ഞാനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ആന്റണി പറയുന്നുണ്ട്. എന്താ നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ പുറം നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോവെന്ന് പറഞ്ഞില്ലേ, ഇന്ന് തന്നെ അവനെ വയനാട്ടിലേക്ക് അയച്ചിട്ട് അവന്റെ ശരീരം എല്ലാം സെറ്റാക്കിയിട്ട് അവന് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പാക്ക് ചെയ്യാം, ഇനി എന്തായാലും അവനെ കൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല. ആന്റണി ഉദ്ദേശിച്ച വേറൊന്നുമല്ല, ഇനി അവനെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല, എന്നെ കൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ശല്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്നാണ്. അത് കേട്ട് ശ്രുതി അങ്ങനെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് എന്താ സ്വീറ്റ്സ് എടുക്കാതെ പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണെ, നിങ്ങൾക്ക് ഒരു നല്ല കാര്യം നടന്നില്ലേ, സ്വീറ്റ്സ് ഞങ്ങൾ മൊത്തത്തിൽ എടുക്കുവാണ്, വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മീര സ്വീറ്റ്സിന്റെ ബോക്സ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ആന്റണി ദാസിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണെ. നീ എന്താണ് ജ്യൂസ് കുടിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ
അത്രയും ഇടിച്ച് പരിപ്പാക്കിയില്ലേ, ഇനി എന്റെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണ്ടേ? ശ്രുതിയെ കുറിച്ചിട്ടുള്ള രഹസ്യം നീ നേരത്തെ പറയായിരുന്നെങ്കിൽ ചുമ്മാ അടി മേടിക്കണായിരുന്നോ? ഇത് കണ്ടോടാ 2 ലക്ഷം. അവള് പണം തന്നോന്ന് ചോദിക്കാനോട്ടോ ദാസ്. നിന്നെ പോലെ വിളിച്ചിട്ട് പണം താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പണം തരുമോ? ഇപ്പൊ കണ്ടില്ലേ അവള് തേടി വന്നിട്ട് പണം തന്നിട്ട് പോയത്. ഇതാണ് ടെക്നിക്ക് എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ അത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്? വെട്ടാൻ പോകുന്ന ആടിനെ ഉണ്ടല്ലോ ഒറ്റയടിക്ക് വെട്ടാൻ പാടില്ല, അതിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കൊല്ലണം. അതുപോലെയാണ് ശ്രുതി എന്റെ കയ്യില് നന്നായിട്ട് പെട്ടിരിക്കുന്നത്. ഇനിയിപ്പൊ ഞാൻ ചോദിക്കുന്ന സമയത്തൊക്കെ അവള് പണം തരണം. ശരി, എന്റെ ഷെയർ ഒന്ന് ദാസ് ചോദിക്കുമ്പോ ഞാൻ ആർക്കും ഇതുവരെ ഈക്വൽ ഷെയർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യം ഒരു 50,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരി നീ എന്തായാലും എന്റെ അടുത്ത് കുറെ അടിയൊക്കെ മേടിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ 1 ലക്ഷം രൂപ കൊടുക്കുവാണേ. എന്തായാലും ഈ ഡീലിങ്സ് ഓക്കെയാണ്. ആന്റണി പറയുന്നത് 2 മാസത്തേക്ക് ഇനി നീ ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. 2 മാസം കഴിഞ്ഞതിന് ശേഷം നീ എന്നെ വന്ന് കാണ്. അപ്പൊ ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടത് ഇനി എന്നുള്ള കാര്യം. കാശ് തന്നിട്ട് നിങ്ങൾ ടൂറിന് അയക്കല്ലേ, ഇതും നല്ലതാണ്. എന്തായാലും കാശ് എന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് അവളുടെ പുറകെ ചുറ്റിക്കറങ്ങാനൊന്നും പറ്റില്ല. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് ചെയ്തോളാം. ശരി നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആന്റണിയുടെ അടുത്ത് അവിടുന്ന് പറഞ്ഞു വിടാണ്. ശരി ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാസ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അവിടുന്ന് പോകുന്നത്.